മുടി നീട്ടി വളർത്തുക എൻ്റെ ആഗ്രഹം ഇതോടുകൂടി അവസാനിക്കുകയാണ്. വീട്ടുകാരെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ കളിയാക്കലും പരാമർശവും കാരണം പിന്നെ കണ്ടെത്തന്നെ അറിയാലോ ഒരു കൊല്ലല്ല കാണാൻ. അപ്പോൾ മുടി ഫുള്ള് വെട്ടേണ്ടി വന്നു. ഏകദേശം 8 മാസത്തോളം ഞാൻ നീട്ടി വളർത്തിയ മുടി കേട്ടോ വെട്ടി കളയണേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ വീണ്ടും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഏരിയ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ്, കഴിഞ്ഞ 5-ാം തീയതി കിട്ടും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ക്രൗൺ ഏരിയ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടിപ്പോൾ 11 മാസം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം ആകുമ്പോൾ നമുക്ക് 1 വർഷം തികയാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ അപ്ഡേഷനാണ്. ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഫുൾ വീഡിയോസ് നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതലേ ഞാൻ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് മുതൽ, അതായത് ഫസ്റ്റ് നമ്മൾ ക്ലിനിക്കിൽ കൺസൾട്ട് ചെയ്തതിനു ശേഷം ബ്ലഡ് ടെസ്റ്റ് എടുത്ത് അവിടെ പോകുന്നത് മുതലുള്ള വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് തന്നെ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കിയാൽ ഫുൾ ജേണി കാണാം. ഓരോരോ മാസത്തെ അപ്ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, വീക്കിലി അപ്ഡേറ്റ്, അതുപോലെ നമ്മുടെ ഫസ്റ്റ് 7 ഡേയ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്നത് 3 വർഷമായിട്ടാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ഫസ്റ്റത്തെ ആ ഫോട്ടോ കണ്ടാൽ എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ ഉള്ളത് എന്നുള്ളത്. ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷനും കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്താണ് അവസ്ഥ എന്നുള്ളത്. വളരെ മാറ്റമുണ്ട്. കാരണം അന്ന് നമ്മൾ മെൻ്റലി അനുഭവിച്ച പ്രശ്നങ്ങളുണ്ടല്ലോ, ആളുകളെ ഇടയിലേക്ക് ഇറങ്ങാനുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷം നമുക്ക് റിസൾട്ട് ഫുള്ള് വന്നു. ബാക്കിയുള്ള 2 വർഷവും ഞാൻ ഇതേപോലെയാണ്, ഈ ഒരു രീതിയിലാണുള്ളത്. പറഞ്ഞ പോലെ ഞാൻ മുടി നീട്ടി വളർത്താൻ നോക്കിയിനി. അപ്പോൾ നീട്ടി വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നീട്ടി വളർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞതിലാണ് വെട്ടിയത്. അതിനുശേഷം ഈ ഒരു രീതി തന്നെയാണ് കൊണ്ടുനടക്കൽ. പിന്നെ ട്രാൻസ്പ്ലാന്റേഷന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക എന്ന് ചോദിച്ചാൽ, ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഈ ഫ്രണ്ട് ഏരിയയിലെ ഹെയർ ലൈന് അധിക ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരും, ഇപ്പം ഞാൻ പല ക്ലിനിക്കിൽ നിന്ന് ചെയ്ത ആൾക്കാരുണ്ട്, അവരോടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് ഹെയർ ലൈൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നത് മുടി കുറച്ച് കട്ടിയുള്ളതായിരിക്കും അവിടുത്തത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. നമ്മളെ പോലത്തെ എടുക്കുക സാധാരണ ഒരാൾക്ക് ഒരിക്കലും ഇത് ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നും മനസ്സിലാവില്ല. ഇനി ട്രാൻസ്പ്ലാന്റേഷൻ എന്താണെന്ന് അറിയാത്തവരും കുറേ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ കുറച്ച് വയസ്സായ ആളുകളോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്ത മുടി കൊഴിച്ചിലില്ലാത്ത ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ കേൾക്കാത്തവർ പറയുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പറയുമ്പോൾ അവരിപ്പോഴും ബിഗ് എന്നുള്ള ഇത് കൺസെപ്റ്റാണ്. പണ്ട് മുതലേ മുടി കൊഴിച്ചിലുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ കഷണ്ടിക്കുള്ള ഒരു സൊല്യൂഷൻ അത് ബിഗാണ്. അപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ട് ചിലർ പിടിച്ച് വലിച്ചു നോക്കും എൻ്റെ മുടി എങ്ങനെ സംഭവം എന്നുള്ള വെച്ചിട്ട്. അപ്പോഴാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി പറഞ്ഞു കൊടുക്കണതും ഇങ്ങനെ മുടി നട്ടുപിടിപ്പിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ അറിയുന്നത്. ഞാൻ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കോയമ്പത്തൂർ HNS എന്ന ക്ലിനിക്കാണെന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. അപ്പോൾ അവിടുന്ന് ഞാൻ 4000 ഗ്രാഫ്റ്റാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ ചെയ്തത്. അത് നീഡിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അന്ന് ഈ സഫയർ മെത്തേഡ് ഇല്ല അവിടെ, പിന്നെ അതേമാതിരി പെൻ മെത്തേഡും അവിടെ ഇല്ല. ഇപ്പോൾ റീസെൻ്റ്ലി അവർ സഫയർ മെത്തേഡ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആ സഫയർ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ക്രൗൺ ഏരിയ 1500 ഗ്രാഫ്റ്റ് ഞാൻ ചെയ്തത്. ഇതിനു വേണ്ടിയിട്ട് ഡോണർ ഏരിയ ആയിട്ട് തിരഞ്ഞെടുത്തത് ഈ 2 സൈഡ് പോർഷനും അതുപോലെ തന്നെ എൻ്റെ പിൻഭാഗവും അതുപോലെ എൻ്റെ താടിയുടെ പോർഷൻ കേട്ടോ. ഞാൻ ക്രൗൺ ഏരിയ ചെയ്തപ്പോൾ താടിയിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ പിൻഭാഗത്തും 2 സൈഡിൽ നിന്നായിട്ട് നമുക്ക് 1500 ഗ്രാഫ്റ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 5500 ഗ്രാഫ്റ്റ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ളത് 2 തവണയായിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലൈൻ നോക്കാം. നമുക്ക് ഫ്രണ്ട് ഹെയർ ലൈൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വീഡിയോയിൽ. ഇതാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹെയർ ലൈൻ ഉള്ളത്. അത്ര പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ വിസിബിൾ ഒന്നല്ല, ഒരു സിഗ്സാഗ് ലൈനിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ലുക്ക് ചെറുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ബാക്ക് ഡോണർ ഏരിയ നോക്കാം. ഡോണർ ഏരിയ പറഞ്ഞാൽ ഏകദേശം 5500 ഗ്രാഫ്റ്റിലും 600 ഗ്രാഫ്റ്റാണ് എൻ്റെ താടിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ബാക്കിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ മുടി വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സാധാരണ നമുക്ക് 0-ലിട്ട് വെട്ടാം, 1-2-ലൊക്കെ ഇട്ട് വെട്ടിയാലും നല്ല വൃത്തിയുണ്ടാവും. പക്ഷേ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർ, ഞാൻ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട് ഏരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് 3-ലിട്ടാണ് ഞാൻ ട്രിം ചെയ്തിന്. അപ്പോൾ നമുക്ക് വല്ലാതെ വിസിബിൾ ഒന്നും ആയില്ല. ക്രോപ്പ് ആയിട്ടാണ് ബാക്ക് ട്രിം ചെയ്യൽ. ആ സമയത്ത് വലിയ വിസിബിലിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒന്നുകൂടിയും തിക്നെസ് കുറഞ്ഞത് ബാക്ക്, കാരണം കുറച്ചുകൂടി ഗ്രാഫ്റ്റ് പോയതുകൊണ്ട്. ഇപ്പോൾ ഞാൻ 4-ലിട്ടാണ് ട്രിം ചെയ്യൽ. 4-ലിട്ട് ട്രിം ചെയ്താൽ ബാക്ക് അങ്ങനെ വിസിബിൾ ഒന്നല്ല, വൃത്തിക്ക് നിൽക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എൻ്റെ ഡോണർ ഏരിയ ആയ കഴുത്തിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്ത സമയത്ത് നല്ല ഡോട്ടുകൾ ഉണ്ട് കേട്ടോ ഈ ഒരു പോർഷനിലായിട്ട്. ഇപ്പോൾ അങ്ങനെ ഡോട്ടൊന്നും മനസ്സിലാവണില്ല. പണ്ടാ മനസ്സിലാവില്ല. കാരണം ഞാൻ വിചാരിച്ചിരുന്ന അത്രയും പോകില്ലെന്ന്. 1 വർഷം 1.5 വർഷമൊക്കെ ആകുന്ന സമയത്ത്
നല്ല രീതിയിൽ ഡോട്ട് ഇങ്ങനെ വിസിബിൾ ആയിട്ട് വന്നിനി. പിന്നെ അത് ഉണങ്ങി ഇതായി. ഇപ്പം അങ്ങനെ മനസ്സിലാവണില്ല. എടുത്തു നോക്കിയാലും മനസ്സിലാവും. ആദ്യത്തെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ചെയ്തതാന്നുള്ളത്. ഇപ്പം അങ്ങനെ മനസ്സിലാവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് റിസൾട്ട് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ. മുടി അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ എപ്പോഴും ഉണ്ട്. തിക്നെസ്സിന് കുറവും കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ടുള്ള സാധാ നോർമൽ കൊഴിച്ചിലും കാര്യങ്ങളേ ഉള്ളൂ, വേറെ കൊഴിച്ചിലൊന്നുമില്ല. പിന്നെ താരൻ്റെ പ്രശ്നം ഇടയ്ക്ക് എപ്പോഴേലൊക്കെ കാണലുണ്ട്. അപ്പോൾ മന്തിലേക്ക് ഒരു തവണയായിട്ട് ഞാൻ താരൻ്റെ ഷാമ്പു യൂസ് ചെയ്ത് കുളിക്കുന്നത് ഇപ്പോഴും പഴയ അന്ന് പറഞ്ഞ പോലെ തന്നെ ബേബി ഷാമ്പു ഇട്ടിട്ടാണ്. ബേബി ഷാമ്പു യൂസ് ചെയ്ത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് തലയിൽ തേച്ചിട്ടാണ് ഞാൻ കുളിക്കുന്നത്. അത് നല്ലോണം തല വാഷ് ചെയ്യും. ഷാമ്പൂൻ്റെ ഇതൊന്നും തലമുണ്ടായിരുന്നു, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് പോകണം. ഇപ്പോൾ റിസൾട്ട് വീഡിയോ ഉണ്ടല്ലോ, റിസൾട്ട് കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇനി കൂടുതൽ അപ്ഡേറ്റ് ഒന്നും ഇപ്പോൾ ഇതിന് വരാല്ല. ഇനി കൊയ്യുന്നുണ്ടോ ഇല്ലയോ, ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ പറയും നിങ്ങളെ റിസൾട്ട് കുറച്ചുകൂടി അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ എന്നുള്ളതൊക്കെ മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ മന്ത്ലി അപ്ഡേറ്റ് തരുന്നത്. ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ 3 വർഷമായി. ഇതുകൊണ്ട് വേറൊരു പ്രശ്നമില്ല കേട്ടോ. ചിലവർ തുടക്കത്തിൽ നമ്മളെ ചടപ്പിക്കുന്ന കാര്യമാണിത്. മുടി വെച്ച് കഴിഞ്ഞാൽ നരമ്പിന് തട്ടും, സൂചി കുത്തിയാൽ നരമ്പിന് തട്ടിയാൽ തലച്ചോട്ടിക്കുള്ള നരമ്പിൻ്റെ പ്രശ്നം വരും. അതുകൊണ്ട് തലവേദന വിട്ടുമാറില്ല, തലച്ചോറിന് പ്രശ്നം വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാവും. ഇപ്പം നാള് പല പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ ക്ലിനിക്കിൻ്റെ മിസ്റ്റേക്കുകളാണ്. ക്ലിനിക്ക് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ പല മിസ്റ്റേക്കുകളും സംഭവിക്കാം. റിസൾട്ട് ഇല്ലാത്തവർ വരെ ഉണ്ട്. റിസൾട്ട് ഇല്ലാത്തവരൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം നമ്മളെ ഈ ഡോണർ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രാവശ്യം അവിടെ നിന്ന് എടുക്കാൻ കിട്ടുള്ളൂ. ആ പോയ ഡോണർ പിന്നെ കിട്ടുന്ന ആ ഒരു ഗ്രാഫ്റ്റ് പോയതാണ്, എടുത്താൽ പിന്നെ പോയി. അപ്പോൾ നല്ല റിസൾട്ടുള്ള നല്ല ക്ലിനിക്ക് നോക്കിയാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ സംഭവത്തെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ നല്ല ക്ലിനിക്കിൽ നിന്നാണെങ്കിൽ 100% റിസൾട്ട് ഉറപ്പാണ്. അതിലൊരു പേടിയില്ല. ഇപ്പോൾ ഞാൻ 3 വർഷം പിന്നിട്ടു. അതുപോലെ എൻ്റെ ക്രൗൺ ഏരിയ 11 മാസമായി. ക്രൗൺ ഏരിയ റിസൾട്ട് ഞാൻ കാണിച്ചു തരില്ല, അത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഫില്ല് ആകുന്നുണ്ട്. ക്രൗൺ ഏരിയ ചെയ്യുന്ന അന്നത്തെ വീഡിയോ കാണിച്ചു തരാം. നല്ല ഗ്യാപ്പ് ഉണ്ട് എനിക്ക് ക്രൗണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫില്ല് ആകുന്നുണ്ട്. മുടിപ്പോൾ കുറച്ചുകൂടി വെട്ടിയോണ്ടാണ്, നീട്ടി വളർത്തുമ്പോൾ തീരെ അറിയണില്ല ഇനി. അപ്പോൾ അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ക്രൗൺ ഏരിയൻ്റെ റിസൾട്ട് അറിയാലോ, 1 വർഷത്തിലല്ല വരിക, കുറച്ചുകൂടി സമയം എടുക്കും. നമ്മളെ ഫ്രണ്ട് ഏരിയൻ്റെ പോലെ അത്രയും രക്തോട്ടം കുറവായതുകൊണ്ട് തന്നെ ക്രൗൺ ഏരിയയിൽ നമ്മൾ ചെയ്താൽ റിസൾട്ട് വരാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും. നമ്മളിത് 1 വർഷം കൊണ്ടാണ് ഫ്രണ്ട് ഏരിയ വരുന്നുണ്ടെങ്കിൽ മറ്റേത് 1 വർഷം 8 മാസം ആ സമയമൊക്കെ എടുക്കും എന്നാണ് ഡോക്ടേഴ്സ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ലെവലിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുടി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഫില്ലാകുമ്പോൾ ഇൻഷാല്ലാ ഈ 1500 ഗ്രാഫ്റ്റിൽ ഏകദേശമൊക്കെ ഫില്ലായി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോ. ഇനി അടുത്ത വീഡിയോസ് വരുന്നുണ്ട്. ഇനി റിസൾട്ടുകൾ വരാനുണ്ട്. പക്ഷേ കുറേ ആൾക്കാർ റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ റിസൾട്ട് കാണിക്കാൻ, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാർക്ക് കുറച്ച് ധൈര്യം നൽകാൻ വേണ്ടി നിങ്ങളെ റിസൾട്ട് കാണിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. Instagram ID ഉണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കും തന്നെ ഒരു പ്രചോദനമാണെന്ന് ട്രാൻസ്പ്ലാന്റേഷൻ പേടിക്കണ്ട എന്നുള്ളത്. അതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതോട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.